Good evening, friends. Welcome to C Meditech Online Academy. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSCയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ്. ഓക്കെ, സോ മൂവിങ് ടു ക്വസ്റ്റ്യൻസ്. So, the first question is, tank cells seen in microscope examination of lesions in case of infection with pox virus, herpes virus, mumps virus, toga virus. ടാങ്ക് സെൽസ് നമ്മൾ മൈക്രോസ്കോപ്പിൽ എക്സാമിനേഷനിൽ ഏത് ഇൻഫെക്ഷനിലെ ലീഷൻസിലാണ് കാണുന്നതെന്നാണ്. സോ ദ ഓപ്ഷൻസ് പോക്സ് ആണ്, ഹെർബ്സ്, മംസ്, ടൊഗ വൈറസ് ആണ്. സോ ദ ആൻസർ ഈസ് ഹെർബ്സ് വൈറസിലാണ് ഇത് കാണുന്നത്. ടാങ്ക് സെൽ സ്മിയർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലീഷൻസ് കളക്ട് ചെയ്യുക, എന്നിട്ട് ടൊളോഡിയം ബ്ലൂ വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ജൈന്റ് സെല്ലിനാണ് ടാങ്ക് സെൽ എന്ന് പറയുന്നത്. സോ ദിറ്റ് ഈസ് പോസിറ്റീവ് ഇൻ ഹെർബ്സ് വൈറസിൽ ഇത് പോസിറ്റീവ് ആണ്. ഓക്കെ, ലീഷൻസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ടൊളോഡിയം ബ്ലൂ വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്യും, എന്നിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇത് വെരിസെല്ല സോസ്റ്റർ വൈറസിനും ഈ സാങ്സ്മിയർ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, മൾട്ടിപ്പിൾ റിംഗ് ഫോംസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം ഒവേൻ, പ്ലാസ്മോഡിയം മലേറിയ. പ്ലാസ്മോഡിയത്തില് നമ്മൾ ബ്ലഡില് RBCയില് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിംഗ് ഫോംസ് ഏത് ഇൻഫെക്ഷനിലാണ് കാണുന്നത്, ഏത് പ്ലാസ്മോഡിയത്തിന്റെ ഇതിലാണ് കാണുന്നതാണുള്ള ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഈസ് പ്ലാസ്മോഡിയം ഫാൽസിപാരം. സോ പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിലാണ് മൾട്ടിപ്പിൾ റിംഗ് ഫോംസ് RBCയിൽ കാണുന്നത്. അതിനെ അക്കോൾ ഫോംസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ദ ട്രാൻസ്പോർട്ട് ഫോം ഓഫ് അമോണിയ ഫ്രം ബ്രെയിൻ ടു ലിവർ. ബ്രെയിനിന്ന് ലിവറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അമോണിയനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏത് ഫോമിലാണ്? അലനൈൻ, അസ്പാർട്ടൈൻ, ഗ്ലൂട്ടാമിൻ, സിറൈൻ. ഓക്കെ, ദ ആൻസർ ഈസ് ഗ്ലൂട്ടാമിൻ. ഗ്ലൂട്ടാമിൻ ആണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അമോണിയ ഫസ്റ്റ് റിയാക്ട് ചെയ്യും ഗ്ലൂട്ടാമേറ്റ് ആയിട്ട്. അവിടെ എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് ആണ്. സോ എന്നിട്ട് ഗ്ലൂട്ടാമിൻ ഫോം ചെയ്യും. ഓക്കെ, ഈ ഗ്ലൂട്ടാമിൻ ആണ് അമോണിയനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എവിടത്തേക്ക്? കിഡ്നിയിലേക്ക്. എന്നിട്ട് അവിടെ ഡീടോക്സിഫൈ ആണ് ചെയ്യുന്നത്. ഈ ഗ്ലൂട്ടാമിനേസ് എൻസൈം വെച്ചിട്ട് ഗ്ലൂട്ടാമേറ്റും ഫ്രീ അമോണിയം അയോൺസ് ആയിട്ട് മാറും. ഓക്കെ, അത് ഫ്രീ അമോണിയം അയോൺസ് ആണ് കിഡ്നിയിലൂടെ എക്സ്ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. സോ അമോണിയന്റെ ട്രാൻസ്പോർട്ട് ഫോം എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്രിയാറ്റിൻ ഈസ് സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി ഫ്രം ദ അമിനോ ആസിഡ് ഗ്ലൂട്ടാമിൻ, അർജിനിൻ ആൻഡ് മെത്തിയോണിൻ, ഗ്ലൈസിൻ, അസ്പാർട്ടേറ്റ് ആൻഡ് മെത്തിയോണിൻ, glutamic acid, arginine and methionine, glycine, arginine and methionine. So the answer is glycine, arginine and methionine ആണ്. ഓക്കെ, ഗ്ലൈസിനും ആർജിനിനും മെത്തിയോണിനും കൂടി 3 അമിനോ ആസിഡും കൂടിയിട്ട് ഫസ്റ്റ് ക്രിയാറ്റിൻ ഫോം ചെയ്യും. ഈ ക്രിയാറ്റിൻ കൈനേസ് വെച്ചിട്ട് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അതിൽ നിന്നാണ് ക്രിയാറ്റിനിൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ക്രിയാറ്റിൻ ആണ് ഫോം ചെയ്യുന്നത് ഫ്രം 3 അമിനോ ആസിഡ് ഗ്ലൈസിൻ, ആർജിനിൻ ആൻഡ് മെത്തിയോണിൻ. ഓക്കെ, so the next question is, ceruloplasmin protein is type of alpha-1 globulin, alpha-2 globulin, beta globulin and gamma globulin. Ceruloplasmin എന്ന് പറയുന്ന പ്രോട്ടീൻ ഏത് ടൈപ്പ് ആണ്? So the answer is alpha-2 globulin. മാർപ്പോർത്ത് alpha-2 globulin ആണ് ceruloplasmin എന്ന് പറയുന്നതിന്റെ പ്രോട്ടീൻ. ഓക്കെ, പ്രോട്ടീന്റെ ടൈപ്പ്. Next question is, the shelf life of whole blood is collected in acid citrate dextrose is. എത്ര ഡേയ്സ് ആണ്? ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസിൽ നമ്മൾ ACDയിൽ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അതിന്റെ ഷെൽഫ് ലൈഫ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ ഓപ്ഷൻസ് ആർ 42, 35, 21, 50. എത്ര ഡേയ്സ് വരെ അതിന്റെ ഷെൽഫ് ലൈഫ് ഉണ്ട്? സോ ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസിൽ അതിന്റെ ഹോൾ ബ്ലഡിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 21 ഡേയ്സ് ആണ്. അതുപോലെ തന്നെയാണ് CPDയിലും സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസിലും അതിന്റെ ഷെൽഫ് ലൈഫ് 21 ഡേയ്സ് ആണ്. CPDAയിൽ എന്ന് പറഞ്ഞാൽ സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് അഡിനൈനിൽ 35 ഡേയ്സ് ആണ്. ഇപ്പൊ CPDAയിൽ മാത്രമാണ് 35 ഡേയ്സ് ഉള്ളൂ. ബാക്കി രണ്ടിലും എത്ര ഡേയ്സ് ആണ്? 21 ഡേയ്സ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ആൻ എക്സാമ്പിൾ ഫോർ സൈനർജോ ഹൈമിനോട്രോപിക് ടോക്സിൻ. ഇപ്പൊ സൈനർജോ ഹൈമിനോട്രോപിക് ടോക്സിൻ എന്ന് പറയുന്നത് 2 ടോക്സിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് റിയാക്ട് ചെയ്യുന്ന ടോക്സിൻ ആണ് സൈനർജിസ്റ്റിക്കലി റിയാക്ട് ചെയ്യുന്ന ടോക്സിൻ. ഇപ്പൊ ഓപ്ഷൻസ് എന്ന് പറയുന്നത് പാൻറ്റൻ വാലന്റൈൻ ടോക്സിൻ, എൻഡോടോക്സിൻ, എൻഡറോടോക്സിൻ ആൻഡ് ന്യൂറോടോക്സിൻ. സോ ഇതാണ് ഓപ്ഷൻസ് ഉള്ളത്. ദ ആൻസർ ഈസ് സൈനർജോ ഹൈമിനോട്രോപിക് ടോക്സിൻ എന്ന് പറയുന്നത് പാൻറ്റൻ വാലന്റൈൻ ടോക്സിൻ ആണ്.
ഇത് സ്റ്റാഫ് ഓറീസിൽ ഒരു ടോക്സിൻ ആണ്, പാൻറ്റൻ വാലന്റൈൻ ടോക്സിന്. ഇതിന് രണ്ട് ഫ്രാഗ്മെന്റ്സ് ആണിത്, ഫാസ്റ്റും സ്ലോയും. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ മൈഗ്രേഷൻ ഓൺ കാർബോക്സി മിഥൈൽ സെല്ലുലോസ് കോളത്തിൽ അതിന്റെ മൈഗ്രേഷൻ അനുസരിച്ചിട്ടാണ് രണ്ട് കമ്പോണൻസ് ഉള്ളത്. ഈ രണ്ട് ഫ്രാഗ്മെന്റ്സും സൈനർജിസ്റ്റിക്കലി ഗാമ ഹീമോലേസിനുമായിട്ട് സൈനർജിസ്റ്റിക്കലി ആക്ട് ചെയ്തിട്ട് ല്യൂക്കോസൈറ്റ്, RBC, മാക്രോഫിജിനൊക്കെ ഡാമേജ് ചെയ്യാണ് ചെയ്യുന്നത്. സോ സൈനർജിയോ ഹൈമിനോട്രോപിക് ടോക്സിൻ എന്ന് പറഞ്ഞാൽ ഗാമ ഹീമോലേസിനും പാൻറ്റൻ വാലന്റൈൻ ടോക്സിനുമാണ് സൈനർജിയോ ഹൈമിനോട്രോപിക് ടോക്സിൻസ്. ഓക്കെ, സോ ഇത് സ്റ്റാഫ് ഓറീസിൽ വരുന്നതാണ് പാൻറ്റൻ വാലന്റൈൻ ടോക്സിൻ. So the next question is, inulin clearance is used to assess glomerular function, cardiac function, diabetes mellitus, selective reabsorption of salt by the convoluted tubule in the kidney. അപ്പോൾ ഇനുലിൻ ക്ലിയറൻസ് ഏത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഗ്ലോമുലാർ ആണോ, കാർഡിയാക് ആണോ, ഡയബറ്റീസ് ആണോ, അല്ലെങ്കിൽ കിഡ്നിയിലുള്ള സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ ഓഫ് സാൾട്ടിന് കൺവല്യൂട്ടഡ് ട്യൂബിൾസ് നിന്ന് സെലക്റ്റീവ് റീഅബ്സോർപ്ഷന് നോക്കാൻ വേണ്ടി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഈസ് ഇനുലിൻ ക്ലിയറൻസ് നമ്മൾ നോക്കുന്നത് ഗ്ലോമുലാർ ഫംഗ്ഷൻ ടെസ്റ്റിന് വെച്ചിട്ടാണ്. സോ ഗ്ലോമുലാർ ഫംഗ്ഷൻ ടെസ്റ്റിലെ എക്സോജിനസ് ആയിട്ടുള്ള മാർക്കറാണ് ഇനുലിൻ ക്ലിയറൻസ്. ഓക്കെ, എക്സോജിനസ് ഉണ്ട്, എൻഡോജിനസ് ഉണ്ട്. എക്സോജിനസ് പറഞ്ഞാൽ പുറത്തുനിന്ന് നമ്മളൊരു ഇനുലിന് നമ്മൾ കഴിച്ചിട്ട് അത് നമ്മളെ കിഡ്നി എങ്ങനെ ക്ലിയർ ചെയ്യുന്നു, അതാണ് ഇനുലിൻ ക്ലിയറൻസ് ഫോർ ഗ്ലോമുലാർ ഫംഗ്ഷൻ ടെസ്റ്റ്. ഇനുലിൻ ക്ലിയറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് അസസ്മെന്റിന് വേണ്ടിയിട്ട് അസസ് ചെയ്യും കിഡ്നിന്റെ ഫംഗ്ഷന്. അതുപോലെ തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻഡോജിനസ് ആയിട്ടുള്ള ക്രിയാറ്റിനിൻ യൂറിയ ക്ലിയറൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫോർ ദ മെഷർമെന്റ് ഓഫ് HbA1c സാമ്പിൾ ടേക്കൺ വിത്ത് ആന്റികോയാഗുലൻ, ഓപ്ഷൻ എ സോഡിയം സിട്രേറ്റ്, ബി EDTA, സി സോഡിയം ഫ്ലോറൈഡ്, ആൻഡ് ഡി നൺ ഓഫ് ദ എബോവ്. ഇപ്പൊ HbA1c സാമ്പിൾ നമ്മൾ ഏത് ആന്റികോയാഗുലന്റ് ആയിട്ടുള്ളതിനാണ് നമ്മൾ ഈ സാമ്പിൾ എടുക്കുന്നത്? ഓപ്ഷൻ ബി EDTA സാമ്പിൾ ആണ് നമ്മൾ HbA1cക്ക് എടുക്കുന്നത്. കാരണം നമുക്ക് ഗ്ലൈക്കേറ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആണ് കാണേണ്ടത്. ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഷുഗർ നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ആണ് HbA1cന്റെ ഇത്. അപ്പൊ ഇതെന്തിനാണ്? പ്രോഗ്നോസിസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ടില്ല, നമ്മൾ ഡയഗ്നോസിസിലെ പ്രോഗ്നോസിസ് നോക്കാൻ വേണ്ടിയിട്ടാണ് HbA1c ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് 3 months ഓഫ് ഷുഗർ ആണ് നമുക്ക് ഇതിലൂടെ ഈ ടെസ്റ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 7% വരെയാണ്. അതിന്റെ 7% വരെ, ഗ്രേറ്റർ ദാൻ 7% എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആണ്. 5.6 വരെയാണ് ഡയബറ്റിക് അല്ലാത്ത നോൺ ഡയബറ്റിക്. 5.6 to 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡയബറ്റിക് ആണ്. മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ആണ് ഹൈ പെർഫോം ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി. ഓക്കെ, സോ EDTA സാമ്പിളാണ് നമ്മൾ HbA1c ഡിറ്റർമൈൻ ചെയ്യുന്നത്. So the next question is, Enterobacteriaceae are all except Klebsiella, Vibrio cholerae, Proteus, E. coli. അപ്പൊ Enterobacteriaceae എന്ന് പറഞ്ഞാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ വരുന്നതാണ്. അപ്പൊ ഇത് 4 ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ വരുന്നതാണ്. അപ്പൊ Enterobacteriaceae വരുന്നതാണ്, പക്ഷെ എക്സെപ്ഷൻ ഏത് ബാക്ടീരിയ ആണുള്ളത്? സോ ദ ഓപ്ഷൻ ബി ആണ്, Vibrio cholerae ആണ് Enterobacteriaceae അല്ലാത്തത്. ഇപ്പൊ Enterobacteriaceae വരുന്ന ഓർഗാനിസം ഏതൊക്കെയാണ്? ഇവൻ ക്ലാസിഫിക്കേഷനിൽ Enterobacteriaceae ട്രൈബ് 8 വരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രൈബ് 1 വരുന്നതാണ് എഷ്കിരിക്കയിൽ, അതിൽ വരുന്നതാണ് എഷ്കിരിക്കയും ഷിഗല്ലയും. ട്രൈബ് 2 വരുന്നതാണ് എഡ്വാർഡ്സീൽ, അതിൽ വരുന്നതാണ് എഡ്വാർഡ്സീല. ട്രൈബ് 3 സാൽമണല്ല, അതിൽ വരുന്ന സാൽമണല്ല. സിട്രോബാക്ടീരിയയിൽ സിട്രോബാക്ടർ, ക്ലെബ്സിയല്ലയിൽ ക്ലെബ്സിയല്ല, എൻട്രോബാക്ടർ, ഹഫീന, സെറാഷ്യ, പാൻഡോർ. പ്രോട്ടിയയിൽ വരുന്നതാണ് പ്രോട്ടീസും, മൊളഗനല്ലയും, പ്രൊവിഡൻഷ്യയും. എർസീനിയയിൽ വരുന്നതാണ് എർസീനിയ, ആൻഡ് എർവീനിയയിൽ വരുന്നതാണ് എർവീനിയ. അപ്പം നമുക്ക് ഇപ്പൊ ചോദിക്കുന്ന പറഞ്ഞാൽ മിക്സ്ഡ് ആയിട്ടിരിക്കും ചോദിക്കുക. അപ്പൊ പാൻഡോനിയ, ക്ലെബ്സിയല്ല, സിട്രോബാക്ടർ, വിബ്രിയോ കോളറ. അപ്പൊ പാൻഡോനിയ നമുക്ക് എൻട്രോബാക്ടീരിയയിൽ വരുന്ന നമുക്ക് മനസ്സിലാവണം. സോ വിബ്രിയോ കോളറ എന്ന് പറഞ്ഞാൽ അതർ ആയിട്ടുള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. എൻട്രോബാക്ടീരിയയിൽ വരുന്ന ഓർഗാനിസംസ് ആണ് ഈക്കോളി, ഷിഗല്ല, സാൽമണല്ല, സിട്രോബാക്ടർ, ക്ലെബ്സിയല്ല, എൻട്രോബാക്ടർ, സെറാഷ്യ, പ്രോട്ടിയസ്, എർസീനിയ, എർവീനിയ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ആന്റിജൻ ബ്ലോക്ക് ദ അഗ്ലൂട്ടിനേഷൻ ഓഫ് സാൽമണല്ല ബൈ O ആന്റിജൻ? അപ്പം സാൽമണല്ലയിൽ 4 ആന്റിജൻസ് ഉണ്ട്. H ആന്റിജൻ, VA ആന്റിജൻ, O ആന്റിജൻ, ഫിംബ്രി ആന്റിജൻ. അപ്പൊ ഈ 4 ആന്റിജൻസ് ഉണ്ട്. അപ്പൊ സാൽമണയിൽ O ആന്റിജൻ ഉണ്ടാവല്ലോ.
ഓ ആന്റിസർ ആഡ് ചെയ്യുമ്പോൾ ഏത് ആന്റിജൻ ആണ് ബ്ലോക്ക് ചെയ്യുന്നത്? എച്ച് ആന്റിജൻ ആണോ, ഫിംബ്രി ആന്റിജൻ ആണോ, വി എ ആന്റിജൻ ആണോ, ഒ ആന്റിജൻ ആണോ? സോ ദ ആൻസർ ഈസ് വി ഐ ആന്റിജൻ. വി ആന്റിജൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒ ആന്റിജത്തിന് ഇത് കവർ ചെയ്യും, വി ആന്റിജൻ. അപ്പം ഒ ആന്റിസറത്തിന് എന്താക്കാൻ പറ്റില്ല, അഗ്ലൂട്ടിനേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് റെൻഡേഴ്സ് ദ വി ആന്റിജൻ പ്രസന്റ്, ഇറ്റ് റെൻഡേഴ്സ് ദ ബാസിലെ ഇൻഅഗ്ലൂട്ടിനബിൾ വിത്ത് ഒ ആന്റിസറ. അപ്പൊ എന്താക്കും സ്ട്രെയിൻ, ഈ സ്ട്രെയിനെ ആദ്യം എന്താക്കണം, ബോയിൽ ചെയ്യണം. അഗ്ലൂട്ടിൻ ആക്കാൻ വേണ്ടിയിട്ട് വി ആന്റിജനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ബോയിൽ ചെയ്യുക ഒരു ഹീറ്റ് ചെയ്യുക 100°C ഫോർ 1 hour. അപ്പൊ വി ആന്റിജനെ റിമൂവ് ചെയ്തിട്ട് ഒ ആന്റിജനെ എക്സ്പോസ് ചെയ്യും. അപ്പൊ ഒ ആന്റിസർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ ഉണ്ടാവും. പിന്നെ വി ആന്റിജനൊക്കെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യും, ഒന്നെങ്കിൽ ഹീറ്റിംഗ് അല്ലെങ്കിൽ ബോയിലിംഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യുന്നത് 1 നോർമൽ HCl 0.5 നോർമൽ NaOH ആണ്. പക്ഷെ ആൽക്കഹോളോ ഫോർമാലിഡിയോട് വെച്ചിട്ട് ഇതെന്താവില്ല, വി ആന്റിജനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ വി ആന്റിജൻ ദാറ്റ് വിൽ ബി ബ്ലോക്ക് ദ ഒ ആന്റിജൻ. ഒ ആന്റിജനെ കവർ ചെയ്തിട്ട് ഒ ആന്റിസറുമായിട്ട് എന്താവും, അഗ്ലൂട്ടിനേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ ഈ വി ആന്റിജനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോയിൽ ചെയ്യുന്നതും ഹീറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോട്ടോക്രോമോജൻ? Mycobacterium scrofulatium, Mycobacterium ulcerans, Mycobacterium kansai, Mycobacterium fortitium. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ടോക്രോമോജൻസ് ഒക്കെ വരുന്നത് നോൺ ട്യൂബർക്കുലോസസ് ബാക്ടീരിയയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം അതിന്റെ സ്കോട്ടോക്രോമോജനിൽ വരുന്നത് ഏതാണ്? മൈക്കോബാക്ടീരിയം സ്ക്രോഫുലേഷ്യ ആണ്. സോ നമ്മളെ നോൺ ട്യൂബർക്കുലസ് ബാക്ടീരിയന് നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഫോട്ടോക്രോമോജൻസ് ഉണ്ട്, സ്കോട്ടോക്രോമോജൻസ് ഉണ്ട്, നോൺ ഫോട്ടോക്രോമോജൻസ് ഉണ്ട്, റാപ്പിഡ് ഗ്രോവേഴ്സ് ഉണ്ട്. ഫോട്ടോക്രോമോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഗ്മെന്റ്, ലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമേ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതിന്റെ എക്സാമ്പിൾ ആണ് മൈക്കോബാക്ടീരിയം മരീനിയും മൈക്കോബാക്ടീരിയം കാൻസായും. ഈ സ്കോട്ടോക്രോമോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡാർക്കിലും പ്രൊഡ്യൂസ് ചെയ്യും ലൈറ്റിലും പ്രൊഡ്യൂസ് ചെയ്യും പിഗ്മെന്റ്. അതിൽ വരുന്നതാണ് മൈക്കോബാക്ടീരിയം സ്ക്രോഫുലേഷ്യം. നോൺ ഫോട്ടോക്രോമോജൻസിൽ വരുന്ന പറഞ്ഞാൽ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല, ഡു നോട്ട് പ്രൊഡ്യൂസ് പിഗ്മെന്റ് ആണ്. അതിൽ വരുന്നതാണ് മൈക്കോബാക്ടീരിയം സെനോപ്പിയും മൈക്കോബാക്ടീരിയം അൾസറൻസും. റാപ്പിഡ് ഗ്രോവേഴ്സ് എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 week അത് ഗ്രോ ചെയ്യും. അതിൽ വരുന്നതാണ് മൈക്കോബാക്ടീരിയം ചിലോനിയും മൈക്കോബാക്ടീരിയം ഫോർട്ടീഷ്യയും. അപ്പം മൈക്കോബാക്ടീരിയം സ്ക്രോഫുലേഷ്യം വരുന്നത് പറഞ്ഞാൽ സ്കോട്ടോക്രോമോജൻസിലാണ്. എന്ന് പറഞ്ഞാൽ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡാർക്കിലും ലൈറ്റിലും പ്രൊഡ്യൂസ് ചെയ്യും. ഫോട്ടോക്രോമോജൻസ് പറഞ്ഞാൽ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ലൈറ്റിൽ മാത്രമാണ്. നോൺ ഫോട്ടോക്രോമോജൻസ് പറഞ്ഞാൽ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. റാപ്പിഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആയിരിക്കും ഗ്രോത്ത്, വിത്തിൻ 1 week അത് ഗ്രോ ചെയ്യും. അപ്പൊ ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫോട്ടോക്രോമോജൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫോട്ടോക്രോമോജൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്നതാണ് മൈക്കോബാക്ടീരിയം മരീനോ, മൈക്കോബാക്ടീരിയം കാൻസായി ഒക്കെ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് സാൽമണല്ല ഇൻഫെക്ഷൻ? സോ സാൽമണല്ല ഇൻഫെക്ഷനിൽ ഏതാണ് യൂറിൻ കൾച്ചർ ഈസ് പോസിറ്റീവ് ഇൻ ഫസ്റ്റ് വീക്ക് ആണോ ട്രൂ? ഇന്ന് സ്റ്റൂൾ കൾച്ചർ ഈസ് പോസിറ്റീവ് ഇൻ ഫസ്റ്റ് വീക്ക്, യൂറിൻ കൾച്ചർ ഈസ് പോസിറ്റീവ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൽമണല്ല ഇൻഫെക്ഷനിൽ നമ്മൾ ഫോളോയിങ് ഓപ്ഷൻസിൽ ഏതാണ് ശരി? ഓക്കെ, ഏതാണ് ട്രൂ? ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ യൂറിൻ കൾച്ചർ ഈസ് പോസിറ്റീവ് ഇൻ ഫസ്റ്റ് വീക്ക്, ബി സ്റ്റൂൾ കൾച്ചർ ഈസ് പോസിറ്റീവ് ഇൻ ഫസ്റ്റ് വീക്ക്, ബ്ലഡ് കൾച്ചർ ഈസ് പോസിറ്റീവ് ഇൻ 3 to 7 days, വൈഡാൽ ടെസ്റ്റ് ഈസ് പോസിറ്റീവ് ഇൻ ഫസ്റ്റ് വീക്ക്. അപ്പൊ നമ്മൾ സാൽമണല്ല ഇൻഫെക്ഷനിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ബ്ലഡ് കൾച്ചർ, യൂറിൻ കൾച്ചർ, സ്റ്റൂൾ കൾച്ചർ, വൈഡാൽ ടെസ്റ്റ്. പക്ഷെ ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 4 ടെസ്റ്റുകളും ചെയ്യുന്നത് ഓരോ വീക്കിലാണ് അത് പോസിറ്റീവ് ആവുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് വീക്കിൽ നമുക്ക് കൾച്ചർ പോസിറ്റീവ് വരുന്ന ഏതാണ് ട്രൂ ചെയ്യുന്നത്? ബ്ലഡ് കൾച്ചർ മാത്രമാണ്. ബ്ലഡ് കൾച്ചർ ഈസ് പോസിറ്റീവ് ഇൻ 3 to 7 days ആണ് ഫസ്റ്റ് ഡേയിൽ. എന്നാൽ ഫസ്റ്റ് വീക്കിൽ സ്പെസിമെനോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്ലഡ് കൾച്ചർ, അതുപോലെ തന്നെ ബോൺ മാരോ ആസ്പിറേറ്റ്, ഡ്യൂഡിനൽ ആസ്പിറേറ്റ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് പോസിറ്റീവ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സെക്കൻഡ് വീക്കിലും തേർഡ് വീക്കിലുമാണ് നമ്മൾ വൈഡാൽ ടെസ്റ്റ്, ആന്റിബോഡി ഡിറ്റക്ഷന് വൈഡാൽ ടെസ്റ്റും അതുപോലെ തന്നെ ആന്റിജൻ ഡിറ്റക്ഷനിൽ സ്റ്റൂളും യൂറിൻ കൾച്ചറും ചെയ്യുന്നത്. ഫോർത്ത് വീക്കിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് സ്റ്റൂളും യൂറിൻ കൾച്ചറും. ഓക്കെ, നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും യൂറിനും സ്റ്റൂൾ കൾച്ചറും ഫസ്റ്റ് വീക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് കിട്ടില്ല. അതുപോലെ തന്നെ വൈഡാൽ ടെസ്റ്റും സ്റ്റൂളും യൂറിൻ കൾച്ചറും സെക്കൻഡ് വീക്ക് തുടങ്ങിയിട്ടാണ് നമുക്ക് പോസിറ്റീവ് കിട്ടുള്ളൂ. സോ ഫസ്റ്റ് 3 to 7 days പറഞ്ഞാൽ എന്നാ ഫസ്റ്റ് വീക്ക് ആണ്, അതിൽ ബ്ലഡ് കൾച്ചർ ആണ് പോസിറ്റീവ് തരുന്നത്. അപ്പൊ ഇത് എന്തായാലും പഠിച്ചിരിക്കണം. സാൽമണല്ല ഇൻഫെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റീസ് ടോർ, കാൻഡല, ബെക്കറൽ, ഹെർട്സ്. അപ്പം റേഡിയോ ആക്ടിവിറ്റിന്റെ SI യൂണിറ്റ് ഏതാ? നമുക്ക് മാറിപ്പോരുത്, ഇറ്റ് ഈസ് ബെക്കറൽ. ബെക്കറൽ ആണ് റേഡിയോ ആക്ടിവിറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിപ്ലോയിഡ് സെൽ കൾച്ചർ?
ഹെപ്പാറ്റു, ഹെല്ല, വെറോ, W138. ഇപ്പൊ ഡിപ്ലോയിഡ് സെൽ കൾച്ചർ ഏതിൽ വരുന്നതാണ്? വൈറസിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെൽ ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രൈമറി സെൽ ലൈൻസ്, ഡിപ്ലോയിഡ് സെൽ ലൈൻസ്, കണ്ടിന്യൂസ് സെൽ ലൈൻസ് ഉണ്ട്. ഇപ്പൊ ഡിപ്ലോയിഡ് സെൽ കൾച്ചറിൽ വരുന്ന ഇതിൽ ഏതാണ് ഓപ്ഷൻ ആണ്? സോ ദ ഓപ്ഷൻ ഡി, WI38 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിപ്ലോയിഡ് സെൽ ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ 3 സെൽ ലൈൻസ് ഉള്ളത്: പ്രൈമറി, ഡിപ്ലോയിഡ്, കണ്ടിന്യൂസ് സെൽ ലൈൻസ്. ഡിപ്ലോയിഡ് സെൽ ലൈൻസിൽ വരുന്നതാണ് W138 സെൽ ലൈൻസ്. ഇനി കണ്ടിന്യൂസ് സെൽ ലൈൻസിൽ വരുന്നതാണ് ബാക്കി എല്ലാ സെൽ ലൈൻസും. ഹെല്ലാ സെൽ ലൈൻസ്, ഹെല്ലാ സെൽ ലൈൻസ് പറഞ്ഞാൽ ഹ്യൂമൻ കാർസിനോമ ഓഫ് സർവിക്സ് സെൽ ലൈൻ. ഹെപ്പാറ്റോ സെൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എപ്പിത്തൂലിയം ഓഫ് ലാരിംഗ് സെൽ ലൈൻ. അത് RSVക്കും റെസ്പിറേറ്ററി സൈനസൈറ്റൽ വൈറസിനും അഡിനോ വൈറസിനും NHSVക്കാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. വെറോ സെൽ ലൈൻ എന്ന് പറയുന്നത് വെർവെറ്റ് മങ്കി കിഡ്നി സെൽ ലൈൻ ആണ്. ഇത് റാബിസിന്റെ വാക്സിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് സെൽ ലൈൻസ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സെൽ ലൈൻസിൽ നമ്മൾ സെൽസ് എവിടെ നിന്നാണ് എടുക്കുന്നത്? ക്യാൻസർ സെൽസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇമ്മോർട്ടൽ സെൽസും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്യുന്ന സെൽസ് ആണ് കണ്ടിന്യൂസ് സെൽ ലൈൻസിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഡിപ്ലോയിഡ് സെൽ ലൈൻസിൽ ഒരു 30 to 40 ഡിവിഷൻസ് ആണ് സെൽ ലൈൻസിൽ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ സെല്ല്. കണ്ടിന്യൂസ് സെൽ ലൈൻസിൽ പറഞ്ഞാൽ ഇമ്മോർട്ടൽ സെൽ ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം ഏതിലൊക്കെയാണ് ഓരോ സെൽ ലൈൻസ് വരുന്നത്. അതിൽ പ്രൈമറി സെൽ ലൈൻസിൽ വരുന്ന എക്സാമ്പിൾ ആണ് ഇത് മങ്കി കിഡ്നി സെൽ ലൈൻ. ഓക്കെ, സോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഒരു 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പം ഇതിൽ ഏതെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, so hope all you understand my topic and thank you friends.